1912 ഏപ്രിൽ 10 ലോകം കണ്ട ഏറ്റവും വലിയ ആഡംബര കപ്പൽ തന്റെ കന്നി യാത്രയ്ക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഇറങ്ങി. യാത്രയുടെ 5-ാം ദിവസം ഏപ്രിൽ 15-ന് 2224 യാത്രക്കാരുണ്ടായിരുന്ന ആ കപ്പൽ ഒരു കൂറ്റൻ മഞ്ഞുമലയിലേക്ക് ഇടിച്ചു കയറി. 1500 പേരുടെ മരണത്തിന് കാരണക്കാരായ ആ കപ്പലിന്റെ പേരാണ് ടൈറ്റാനിക്. ഒരു നൂറ്റാണ്ടിനിപ്പുറം തകർന്ന ടൈറ്റാനിക്കിന്റെ ശേഷിപ്പുകൾ കാണാൻ കടലിനടിയിലേക്ക് പോയ ഒരു ചെറു പേടകം ദിവസങ്ങളോളം അപ്രത്യക്ഷമായി. ദിവസങ്ങൾ നീണ്ട തിരച്ചിലുകൾക്കൊടുവിൽ ലഭിച്ചത് തകർന്ന പേടകത്തിന്റെ കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രം. 5 പേരുടെ മരണത്തിനിടയാക്കിയ പേടകത്തിന്റെ പേര് ടൈറ്റൻ. ദുർവിധി ഏറ്റുവാങ്ങിയ ടൈറ്റൻ എന്താണെന്നും ഈ അപകടത്തിന്റെ നാളുവഴികൾ എന്താണെന്നും നോക്കാം. 1912 ഏപ്രിൽ 10-നാണ് RMS ടൈറ്റാനിക് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ബ്രിട്ടനിലെ സൗത്ത് ആംപ്ടണിൽ നിന്നും അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് തന്റെ കന്നിയാത്ര തുടങ്ങിയത്. 4 ദിവസങ്ങൾക്ക് ശേഷം ഏപ്രിൽ 14-ന് 11:40-ന് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ച് ടൈറ്റാനിക് ഒരു വലിയ മഞ്ഞുമലയുമായി കൂട്ടിയിടിച്ചു. കപ്പലിലുണ്ടായിരുന്ന 2224 പേരിൽ 1500 പേരും മരിച്ചു. രണ്ടായി മുറിഞ്ഞ കപ്പൽ കാനഡയിലെ ന്യൂ ഫൗണ്ട് ലാൻഡിൽ നിന്നും ഏതാണ്ട് 740 കിലോമീറ്റർ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് മുങ്ങിയത്. ഏതാണ്ട് 4 കിലോമീറ്ററോളം കടലിനടിയിലേക്ക് പോയ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ ആദ്യമായി കണ്ടെത്തിയത് 1985 സെപ്റ്റംബറിൽ മാത്രമാണ്. ഇത് ജനങ്ങൾക്കിടയിൽ ടൈറ്റാനിക്കിനെ കുറിച്ചുള്ള ആകാംക്ഷ വർദ്ധിപ്പിച്ചു. 1997-ൽ ജെയിംസ് കാമറൂൺ ടൈറ്റാനിക് എന്ന ചിത്രമെടുത്തതോടുകൂടി ടൈറ്റാനിക് ലോക പ്രശസ്തമായി. അതേസമയം ഇതിന്റെ ടൂറിസം സാധ്യതകൾ കണ്ടെത്തിയ കമ്പനികൾ പലതും തകർന്ന ടൈറ്റാനിക് കാണാനായി സഞ്ചാരികളെ ആകർഷിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു. അതിൽ ഒരു കമ്പനിയാണ് ഓഷ്യൻ ഗേറ്റ് എക്സ്പെഡീഷൻസ്. ആഴക്കടലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഈ കമ്പനി നടത്തിയിരുന്നത്. അതിൽ ഒന്നാണ് ടൈറ്റാനിക്കിലേക്ക് സഞ്ചാരികളെ കൊണ്ടുപോകുന്ന യാത്ര. ഇതിനുവേണ്ടി അവർ പ്രത്യേകം തയ്യാറാക്കിയ ഒരു പേടകവും നിർമ്മിച്ചു. ഇതിന്റെ പേരാണ് ടൈറ്റൻ. ടൈറ്റൻ ഒരു സബ്മേഴ്സിബിൾ ആണ്. അന്തർവാഹിനി അഥവാ സബ്മറൈനിൽ നിന്നും സബ്മേഴ്സിബിളിനെ വ്യത്യസ്തമാക്കുന്ന ഒത്തിരി ഘടകങ്ങളുണ്ട്. ഒരു അന്തർവാഹിനിക്ക് തുറമുഖത്ത് നിന്നും കടലിലേക്ക് പോകാനും തിരികെ എത്താനും സ്വന്തമായി പവർ റിസർവ്സ് ഉണ്ട്. എന്നാൽ സബ്മേഴ്സിബിളിനെ സംബന്ധിച്ച് ഇതിന് മറ്റൊരു മദർഷിപ്പിന്റെ സഹായം ആവശ്യമാണ്. തുറമുഖത്ത് നിന്നും മദർഷിപ്പിന്റെ സഹായത്തോടെ ഉൾക്കടലിൽ പോയതിനു ശേഷം സബ്മേഴ്സിബിളിനെ ആഴക്കടലിലേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സബ്മേഴ്സിബിൾ ആയിരുന്നു ടൈറ്റൻ. സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ നിന്നും 12,500 അടി താഴെ മുങ്ങിക്കിടക്കുന്ന ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ ഏറ്റവും അടുത്ത് നേരിട്ട് കാണുവാനുള്ള യാത്രയാണ് ടൈറ്റൻ സബ്മർസിബിൾ വാഗ്ദാനം ചെയ്തത്. 6.7 മീറ്റർ നീളവും 10,432 കിലോഗ്രാം ഭാരവുമുള്ള ടൈറ്റൻ ആഴക്കടൽ പര്യവേഷണത്തിന് മാത്രമായി നിർമ്മിച്ചതാണ്. കാർബൺ ഫൈബർ, ടൈറ്റാനിയം എന്നിവയാണ് ഇതിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്നത്. നിയന്ത്രിക്കുന്ന പൈലറ്റ് ഉൾപ്പെടെ 5 പേർക്ക് മാത്രമാണ് ഒരേ സമയം ഇതിൽ സഞ്ചരിക്കാൻ സാധിക്കുക. മണിക്കൂറിൽ പരമാവധി 5.5 കിലോമീറ്റർ വേഗതയാണ് ടൈറ്റൻ ഉണ്ടായിരുന്നത്. സമുദ്രത്തിൽ 4000 മീറ്റർ താഴ്ചയിൽ സഞ്ചരിക്കുവാൻ ഇതിന് സാധിക്കും. അതുകൊണ്ട് തന്നെ സമുദ്രത്തിൽ 3800 മീറ്റർ താഴ്ചയിലുള്ള ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ വരെ എത്താൻ ടൈറ്റന് ബുദ്ധിമുട്ടില്ല. വളരെ ചെറിയ പേടകമായതിനാൽ തന്നെ ഇതിനുള്ളിൽ യാത്രക്കാർക്ക് നിൽക്കാൻ സാധിക്കില്ല. പുറത്തെ കാഴ്ചകൾ കാണാനുള്ള പ്രത്യേക വിൻഡോ ഇതിനുള്ളിലുണ്ട്. സബ്സി ഇമേജിംഗ്, 4K റൈഫിൾ ക്യാമറ, ടെലിഡൈൻ 2D സോണാർ, 40,000 ലൂമൻസ് ഉള്ള എക്സ്റ്റേണൽ ലൈറ്റ്, 2G റോബോട്ടിക്സ്, ലേസർ സ്കാൻ തുടങ്ങിയ സാങ്കേതിക വിദ്യകളും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. 10,000 ലിറ്റർ ഓക്സിജൻ സൂക്ഷിക്കാനുള്ള സൗകര്യമാണ് ടൈറ്റൻ സബ്മർസിബിളിൽ ഉണ്ടായിരുന്നത്. അതായത് ഈ ഓക്സിജൻ ഉപയോഗിച്ച് 5 ക്രൂവിന് 96 മണിക്കൂർ നേരമാണ് പരമാവധി ഇതിൽ ചെലവഴിക്കാൻ സാധിക്കുന്ന സമയം. എന്നാൽ ഇത്രയൊക്കെ സവിശേഷതകളുള്ള ടൈറ്റന്റെ ദിശ നിയന്ത്രിക്കുന്നത് ഒരു സാധാരണ ഗെയിം കൺട്രോളർ വഴി മാത്രമാണ് എന്നതാണ് കൗതുകം. $2,50,000 അഥവാ 2 കോടി രൂപയാണ് ഈ യാത്രയ്ക്കായി പങ്കെടുത്ത ഓരോരുത്തരും മുടക്കേണ്ടുന്ന തുക. പോളാർ പ്രിൻസ് എന്ന ഒരു കപ്പലായിരുന്നു ടൈറ്റന്റെ മദർഷിപ്പ്. ഈ ദൗത്യത്തിന്റെ ഏറ്റവും വലിയ റിസ്ക് സമുദ്രാന്തരീക്ഷം തന്നെയാണ്. സമുദ്രത്തിനടിയിലേക്ക് പോകും തോറും പ്രകാശം കുറയുകയും തണുപ്പ് കൂടുകയും ചെയ്യും. ഇതോടൊപ്പം തന്നെ പ്രഷർ വലിയ തോതിൽ കൂടും. ടൈറ്റാനിക് അവശിഷ്ടങ്ങൾക്കിടയിൽ കിടക്കുന്ന 4 കിലോമീറ്റർ ആഴത്തിലേക്ക് എത്തിയാൽ ഒരു വലിയ കെട്ടിടം നമ്മുടെ മേൽ പതിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ പ്രഷർ. അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ പ്രതിരോധിക്കാനായി ചൂട് നിലനിർത്തുന്ന ഭിത്തിയാണ് ടൈറ്റനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. കാർബൺ ഫൈബർ, ടൈറ്റാനിയം എന്നിവ ഇതിന് സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. അതുപോലെ തന്നെ ഒരു തരത്തിലും പ്രഷർ അകത്തേക്ക് കടക്കാതിരിക്കാനായി ഈ സബ്മേഴ്സിബിൾ 17 ബോൾട്ടുകൾ കൊണ്ട് പുറത്തു നിന്നുമാണ് അടച്ചിരുന്നത്. കൂടാതെ സബ്മേഴ്സിബിൾ സുരക്ഷിതമാണെന്ന് അറിയിക്കാനായി എല്ലാ 15 മിനിറ്റ് കൂടുമ്പോഴും മദർഷിപ്പിലേക്ക് ഓരോ സന്ദേശങ്ങളും അയക്കണം. എന്നാൽ കരയിലുള്ളതുപോലെ റേഡിയോ സിഗ്നൽ വഴി കടലിൽ നിന്ന് സന്ദേശങ്ങൾ അയക്കാൻ സാധ്യമല്ല.
അതുകൊണ്ട് ടൈറ്റൻ ഉപയോഗിച്ചിരുന്നത് അക്കൗസ്റ്റിക് സിഗ്നൽസ് അഥവാ ശബ്ദ സന്ദേശങ്ങൾ ആയിരുന്നു. ഇനി ടൈറ്റന്റെ അവസാന യാത്രയിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. 2023 ജൂൺ 18 ഞായറാഴ്ച കാനഡയിലെ ന്യൂ ഫൗണ്ട്ലാൻഡിലെ സെന്റ് ജോൺസിൽ നിന്ന് മദർഷിപ്പായ പോളാർ പ്രിൻസിൽ ടൈറ്റനെ ഉൾക്കടലിൽ എത്തിച്ചു. ബ്രിട്ടീഷ് പര്യവേഷകൻ ഹാമിഷ് ഹാർഡിംഗ്, ഫ്രഞ്ച് അന്തർവാഹിനി വിദഗ്ധൻ പോൾ ഹെൻറി നർജിയോളെ, പാക് ബ്രിട്ടൻ വ്യവസായി ഷഹസാദ് ദാവൂദ്, അദ്ദേഹത്തിന്റെ മകൻ സുലൈമാൻ, ഓഷ്യൻ ഗേറ്റ് എക്സ്പെഡീഷന്റെ സിഇഒ സ്റ്റോക്ടൺ റഷ് എന്നിവരാണ് ടൈറ്റന്റെ അകത്ത് ഉണ്ടായിരുന്നത്. അന്ന് പുലർച്ചെ 4 മണിക്ക് നടക്കേണ്ടിയിരുന്ന ദൗത്യം പക്ഷെ ആരംഭിച്ചത് 4 മണിക്കൂർ വൈകി രാവിലെ 8 മണിക്കാണ്. എന്നാൽ താഴേക്ക് കുതിച്ച് കൃത്യം 1.25 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ടൈറ്റന് മദർഷിപ്പുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടി കാത്തിരുന്നെങ്കിലും ഒരു പുരോഗതിയും ഇവിടെ ഉണ്ടായില്ല. എല്ലാം കൃത്യമായിരുന്നെങ്കിൽ 3 മണിയോടുകൂടി ടൈറ്റൻ തിരിച്ചെത്തേണ്ടതായിരുന്നു. എന്നാൽ അത് സംഭവിച്ചില്ല. ഒടുവിൽ ടൈറ്റൻ തിരിച്ചെത്തിയില്ല എന്ന വാർത്ത ലോകമറിഞ്ഞു. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ടൈറ്റന് വേണ്ടി US കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ US നാവികസേന, US എയർഫോഴ്സ്, കനേഡിയൻ കോസ്റ്റ് ഗാർഡ്, കനേഡിയൻ സൈന്യം, ഫ്രാൻസിന്റെ സമുദ്രാന്തര പര്യവേക്ഷണ റോബോട്ടിക് വാഹനങ്ങൾ എന്നിവയൊക്കെ തിരച്ചിൽ നടത്തി. എങ്കിലും ടൈറ്റനെ കുറിച്ചുള്ള ഒരു വിവരവും ലഭിച്ചില്ല. പക്ഷെ ബുധനാഴ്ച സമുദ്രത്തിൽ നിന്നും അസാധാരണമായ ചില ശബ്ദങ്ങൾ ലഭിച്ചു എന്ന് കനേഡിയൻ, അമേരിക്കൻ കോസ്റ്റ് ഗാർഡുകൾ അറിയിച്ചു. എന്നാൽ മറ്റു പുരോഗതികളൊന്നും ഇക്കാര്യത്തിൽ ഉണ്ടായതുമില്ല. വ്യാഴാഴ്ചയായിരുന്നു ടൈറ്റനുള്ളിലെ ഓക്സിജന്റെ അളവ് കഴിയുന്ന ദിവസം. ഇതോടെ പീഡനം കണ്ടെത്തിയാലും യാത്രികരെ ജീവനോടെ കണ്ടെത്താൻ സാധിക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി. വ്യാഴാഴ്ച 11 മണിയോടുകൂടി സമുദ്രത്തിൽ നിന്നും കോസ്റ്റ് ഗാർഡിന്റെ റിമോട്ടലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ അഥവാ ROVയ്ക്ക് ടൈറ്റന്റെ അവശിഷ്ടങ്ങൾ കിട്ടി. പേടകത്തിന്റെ വാൽഭാഗം, മുന്നിലെയും പിന്നിലെയും ഭാഗങ്ങൾ, മർദ്ദം നിയന്ത്രിക്കുന്ന ഭാഗം എന്നിവയുടെ അവശിഷ്ടങ്ങളാണ് കാനഡയുടെ ഹൊറൈസണാട്ടിക് എന്ന കപ്പലിലെ റിമോട്ട് വാഹനം കണ്ടെത്തിയത്. തകർന്ന ടൈറ്റാനിക് കപ്പലിന്റെ മുൻഭാഗത്ത് നിന്ന് ഏതാണ്ട് 1600 അടി താഴ്ചയിലാണ് ടൈറ്റന്റെ അവശിഷ്ടങ്ങൾ കിടന്നിരുന്നത്. ഒടുവിൽ 4 മണിക്ക് കോസ്റ്റ് ഗാർഡ് വിളിച്ച പ്രസ് മീറ്റിൽ ടൈറ്റൻ തകർന്ന് 5 യാത്രികർ മരിച്ചുവെന്ന ദുഃഖവാർത്ത അവർ ലോകത്തെ അറിയിച്ചു. ഇനി എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് നോക്കാം. നിരവധി വിദഗ്ധർ പല സാധ്യതകളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിലൊന്ന് ടൈറ്റനിലെ കമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിന്റെ തകരാറാണ്. മറ്റൊന്ന് ബാറ്ററി പ്രവർത്തിക്കാതിരിക്കുന്നതും. അതുമല്ലെങ്കിൽ ടൈറ്റനിലെ യാത്രികർ അബോധാവസ്ഥയിൽ ആയതായിരിക്കാം എന്നും. എന്നാൽ ഇതിൽ ഏത് സംഭവിച്ചാലും നിശ്ചിത സമയത്തിനുള്ളിൽ ഓട്ടോമാറ്റിക്കായി തന്നെ സമുദ്ര ഉപരിതലത്തിലേക്ക് എത്താൻ വേണ്ടുന്ന സംവിധാനങ്ങൾ ടൈറ്റനിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാജ്യങ്ങളെല്ലാം ടൈറ്റനെ കണ്ടെത്താൻ ആകാശ നിരീക്ഷണം നടത്തിയത്. എന്നാൽ ഇവയ്ക്കൊന്നും ടൈറ്റനെ കണ്ടെത്താൻ സാധിച്ചില്ല. മറ്റൊരു സാധ്യത ടൈറ്റാനിക് അവശിഷ്ടങ്ങൾക്കിടയിൽ എവിടെയോ അല്ലെങ്കിൽ സമുദ്രാന്തർ ഭാഗത്ത് എവിടെയോ ടൈറ്റൻ കുടുങ്ങിപ്പോയിട്ടുണ്ടാകും എന്നതാണ്. എന്നാൽ ടൈറ്റന്റെ സാന്നിധ്യം മനസ്സിലാക്കാനായി സോണാർ തരംഗങ്ങൾ ഉപയോഗിച്ചെങ്കിലും അതും ഫലം കണ്ടില്ല. അപ്പോൾ ഈ സാധ്യതയും മങ്ങി. ഇനി മറ്റൊരു സാധ്യതയാണ് ഏറ്റവും ഭീകരം. കമ്പാർട്ട്മെന്റിലുള്ളതും പുറത്തുള്ളതുമായ പ്രഷറിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞല്ലോ. സാധാരണ നിലയിൽ കാർബൺ ഫൈബർ ബോഡിക്ക് ഈ വ്യത്യാസം അതിജീവിക്കാൻ സാധിക്കും. എന്നാൽ ടൈറ്റനിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിഫക്റ്റ് ഉണ്ടായാൽ പുറത്തുള്ള ഭീമാകാരമായ പ്രഷർ നിമിഷങ്ങൾ കൊണ്ട് തന്നെ ടൈറ്റനെ ഞെരിച്ചമർത്തും. ഇതിനെയാണ് ഇംപ്ലോഷൻ എന്ന് പറയുന്നത്. കിട്ടിയ അവശിഷ്ടങ്ങളുടെ പ്രാഥമിക പരിശോധനയിൽ നിന്ന് ഇത് തന്നെയാണ് ടൈറ്റന് സംഭവിച്ചിട്ടുണ്ടാകുക എന്ന് പറയപ്പെടുന്നു. ഇത് സത്യമെങ്കിൽ ടൈറ്റന്റെ നിർമ്മാണത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന സംഭവമാണ് ഉണ്ടായത്. കാർബൺ ഫൈബറിന് പ്രഷർ വേരിയേഷൻ താങ്ങാൻ കഴിയുമെങ്കിലും തുടർച്ചയായുള്ള സൈക്ലിക്കൽ പ്രഷർ ഉണ്ടാകുന്ന സമുദ്രത്തിൽ ഇത് പ്രായോഗികമല്ല എന്നൊരു അഭിപ്രായമുണ്ട്. ഇത്തരം ഉയർന്ന അപകട സാധ്യതയുള്ള പര്യവേക്ഷണത്തിലെ സബ്മേഴ്സിബിൾ ഒരു ഗെയിമിംഗ് സ്റ്റൈൽ കൺട്രോൾ ഉപയോഗിച്ച് മാത്രം പ്രവർത്തിപ്പിച്ചത് വിചിത്രമാണ്. ഇതിന്റെ പ്രവർത്തനം നിലച്ചാൽ ഉപയോഗിക്കാൻ വേണ്ടുന്ന മറ്റ് സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. മാധ്യമപ്രവർത്തകനായ ഡേവിഡ് പോഗിന്റെ ട്വീറ്റ് പ്രകാരം കഴിഞ്ഞ വർഷം നടത്തിയ ഒരു യാത്രയിൽ സബ്മേഴ്സിബിളിന് മദർഷിപ്പുമായുള്ള ആശയവിനിമയം നഷ്ടമായിരുന്നു. അന്ന് താൻ മദർഷിപ്പിൽ ഉണ്ടായിരുന്നുവെന്നും പോഗ് വെളിപ്പെടുത്തി. 2018 ഓഷ്യൻ ഗേറ്റ് അതിന്റെ ജീവനക്കാരനായ ഡേവിഡ് ലോട്ട്രിഡ്ജിനെ പിരിച്ചുവിടുന്നു. ടൈറ്റൻ സബ്മേഴ്സിബിളിന്റെ സുരക്ഷയെക്കുറിച്ച് ഒക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനിൽ പരാതി നൽകിയെന്തായിരുന്നു കാരണം? 2018 ഓഗസ്റ്റ് 15 ഡേവിഡിന്റെ കോടതിയിലെ ഫയലിംഗുകൾ അനുസരിച്ച് സബ്മേഴ്സിബിളിന്റെ മുൻഭാഗത്തുള്ള വ്യൂ പോർട്ട് വെറും 1300 മീറ്റർ സർട്ടിഫൈഡ് മർദ്ദത്തിൽ വരെ പോകാവുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങളുള്ളത് ഏതാണ്ട് 4000 മീറ്റർ ആഴത്തിലാണെന്ന് ഓർക്കണം. ഡേവിഡിന്റെ അഭിപ്രായ പ്രകാരം ടൈറ്റന്റേത് ഒരു പരീക്ഷണാത്മക രൂപകൽപ്പന മാത്രമാണ്. ഒപ്പം സബ്മേഴ്സിബിളിനുള്ളിലെ തീപിടുത്ത സാധ്യതയുള്ള വസ്തുക്കളുടെ ഉപയോഗവും ടൈറ്റന്റെ സുരക്ഷ ചോദ്യം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ടൈറ്റാനിക്കിന് സംഭവിച്ചതുപോലെ തന്നെ സുരക്ഷാ നിർദ്ദേശങ്ങൾ അവഗണിച്ചത് തന്നെയാണ് ടൈറ്റന്റെയും ദുർഗതിക്ക് കാരണം. ഒരിക്കലും മുങ്ങില്ലെന്ന് വിശേഷിപ്പിച്ചിരുന്ന RMS ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ പോയ ടൈറ്റനെയും ഒടുവിൽ കാത്തിരുന്നത് ടൈറ്റാനിക്കിന്റെ അതേ ദുരന്തവിധി തന്നെയാണ്. സമുദ്രത്തിന്റെ മടിത്തട്ടിലെ ടൈറ്റാനിക്കിന്റെ ശ്മശാനത്തിന് ഏകദേശം 300 മീറ്റർ അകലെ തന്നെ ടൈറ്റനും അന്ത്യവിശ്രമ സ്ഥലമൊരുങ്ങി. ഓരോ അപകടങ്ങളിൽ നിന്നുമാണ് കൂടുതൽ കുറ്റമറ്റ സംവിധാനങ്ങൾ ഉയർന്നു വരിക. ദുരന്തമുഖത്തു നിന്നും മരണമുഖത്തു നിന്നും നമ്മൾ പാഠങ്ങൾ പഠിക്കുക തന്നെ വേണം. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം.